നമസ്കാരം. ലോകരാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി തീരുവ ചുമത്തിയതുകൊണ്ട് മാത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഷ്കാരങ്ങൾ അവസാനിക്കുന്നില്ല. നികുതി ചുമത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതികൾക്കെതിരെയും അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും പോലുള്ള അതിന്റെ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ട്രംപ് പദ്ധതിയിടുന്നു. അധികം വൈകാതെ ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. US പൗരന്മാർക്ക് US സഖ്യകക്ഷികൾക്കോ എതിരെയുള്ള ICC അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഈ ഉത്തരവ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിക്കും ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ അറസ്റ്റ് വാറന്റുകൾ നൽകിയതിൽ പ്രതിഷേധിച്ച് ICCക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള റിപ്പബ്ലിക് ശ്രമം US സെനറ്റ് ഡെമോക്രാറ്റുകൾ കഴിഞ്ഞയാഴ്ച തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. നെതന്യാഹു ഇപ്പോൾ വാഷിംഗ്ടൺ സന്ദർശനത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതേസമയം US നീക്കത്തിൽ ICC ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. യുദ്ധക്കുറ്റങ്ങളുടെ ട്രിബ്യൂണലിനെ തളർത്തുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങൾക്ക് വിധേയമായതിനാൽ US ഉപരോധം മുന്നിൽ കണ്ട് ജീവനക്കാരെ സംരക്ഷിക്കാനായി 3 മാസം മുമ്പ് ശമ്പളം നൽകാൻ ICC നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് വ്യക്തമാക്കിയിരുന്നു. ഡിസംബറിൽ കോടതിയുടെ പ്രസിഡന്റ് ജഡ്ജി ഡൊമോക്കോ അക്കാന ഉപരോധം എല്ലാ സാഹചര്യങ്ങളിലും കേസുകളിലും കോടതിയുടെ പ്രവർത്തനങ്ങളെ അതിവേഗം ദുർബലപ്പെടുത്തുകയും അതിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടാം തവണയാണ് ICCക്ക് മേൽ ട്രംപിന്റെ നടപടി വരുന്നത്. 2020 ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് അഫ്ഗാനിൽ അമേരിക്കൻ സൈനികർ നടത്തിയ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള ICCയുടെ അന്വേഷണത്തിന്റെ പേരിൽ അന്നത്തെ പ്രോസിക്യൂട്ടർ ഫൗറ്റ് ബെൻസൌഡറ്റയ്ക്ക് അവരുടെ പ്രധാന സഹായികളിൽ ഒരാൾക്കും വാഷിംഗ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 125 അംഗ ICC യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, അംഗരാജ്യങ്ങളുടെ അവരുടെ പൗരന്മാരുടെയും പ്രദേശത്തിന് നേരെയുള്ള ആക്രമണ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിരം കോടതിയാണ്. അമേരിക്ക, ചൈന, റഷ്യ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളല്ല. എന്തായാലും ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.